സിനുജി, യുദ്ധത്തിൽ ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പം ട്രംപിനെ കാണാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് വിമാനത്താവളത്തിൽ വെച്ച് പറഞ്ഞത്. ഇപ്പം ട്രംപ് അധികാരമേറ്റതിന് ശേഷം ആദ്യമായി അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ഒരു വിദേശ നേതാവ് കൂടിയായി തീരുകയാണ് നെതന്യാഹു എന്ന് പറയുന്നത്. അപ്പം വലിയ ഇപ്പം അവർ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 2 ദിവസങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എന്തായിരിക്കും നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെടുക? അതായത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിട്ട് അധികാരമേറ്റതിന് ശേഷം ആദ്യമായി കാണുന്ന ഒരു വിദേശ നേതാവ്. അതാണ് ഇപ്പം ഗൗതം പറഞ്ഞത് കറക്റ്റാണ്. ഡൊണാൾഡ് ട്രംപിന് ആദ്യം കാണാൻ ആഗ്രഹമുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിനാണ്. അദ്ദേഹം പ്രോസ്റ്റേറ്റ് സർജറി ഒക്കെ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു. ആ വിശ്രമം കഴിഞ്ഞിട്ട് ആദ്യമായി കാണുന്ന ലോക നേതാവാണ് നെതന്യാഹു. അപ്പോൾ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ഊഷ്മള ബന്ധം എത്രത്തോളം ദൃഢമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ പ്രധാനമായും ട്രംപും ഈ പറയുന്ന നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗസയിലെ റീബിൽഡ്, അതായത് ഗസയെ പുനഃസൃഷ്ടിക്കുക. ഗസ നമുക്കറിയാലോ ഒരു കോൺക്രീറ്റ് കൂമ്പാരം മാത്രമായി മാറിയിരിക്കുകയാണ്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റില്ല. മാത്രമല്ല ബന്ദികളെ വിട്ടുതരുന്ന കാര്യത്തിൽ ഹമാസുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ചില വീഴ്ചകളൊക്കെ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസിനെതിരെ ഇസ്രായേൽ ഇപ്പോഴും ഗസയിൽ ആക്രമണം നടത്തുന്നുണ്ട്. മറ്റൊന്ന് ഇറാൻ്റെ ഒരു നിലപാടാണ്. അതായത് ഹമാസിൻ്റെ അല്ലെങ്കിൽ ഈ ഗസയുടെ ഒരു പുനർനിർമ്മാണം, ഈ ഹമാസിനെ തീർക്കൽ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന രാജ്യം ഇറാനാണ്. അപ്പോൾ ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയാൽ നെഞ്ചെടുപ്പ് ആർക്കാണെന്ന് ചോദിച്ചാൽ ഇറാനാണ്. അതായത് ഇറാൻ്റെ ആയത്തുള്ള അലി ഖമനേയി ഉണ്ടല്ലോ, അദ്ദേഹത്തെ കൊല്ലുമോ എന്ന് പോലും അദ്ദേഹം ഭയപ്പെടുന്നു. അദ്ദേഹം ഇപ്പോൾ സഞ്ചരിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഈ കൂടിക്കാഴ്ചയിലൂടെ നിർണായകമായ പല തീരുമാനങ്ങളെടുക്കും. കാരണം ഇസ്രായേൽ ഇപ്പോൾ ലെബനൻ്റെ പല ഭാഗത്തും നിലയുറപ്പിച്ചിട്ടുണ്ട്, സിറിയയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇസ്രായേലിൽ ഡിഫൻസ് ഫോഴ്സ് നിൽക്കുന്ന ഈ സിറിയയിലെ ചില ഭാഗങ്ങൾ, ഗോലൻ കുന്നൊക്കെ നമ്മൾ പിടിച്ചു എന്ന് പറയില്ലേ, ആ മേഖലയിൽ ബഫർ സോണിലൊക്കെ IDF ഉണ്ട്. അവിടെ നിന്ന് ഈ IDF ഒക്കെ പിന്മാറണമെന്ന് HTS പറയുന്നു. HTS എന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം, അതായത് സിറിയയിലെ ഭരണാധികാരം പിടിച്ചെടുത്ത് അവരുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അൽഷര ഇപ്പോൾ സൗദിയിലേക്ക് പോയിട്ടുണ്ട്. സൗദിയിലെ മുഹമ്മദ് അറിയാലോ, അവിടുത്തെ രാജകുമാരൻ, അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കൂടിക്കാഴ്ച നടത്തിയിട്ട് എന്തൊക്കെയോ ചില പ്ലാനിങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അമേരിക്കയും ഇസ്രായേലും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. അതിന് പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ അതിന് സഹായകമായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ചില പിന്തുണ നൽകുന്നു. എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇറാൻ ഏതാണ്ട് 1000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ പരീക്ഷിച്ചു. ഈ മിസൈൽ ഉപയോഗിച്ച് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താം. ഇതാണ് ഈ മിസൈൽ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം. കാരണം ഈ ഒമാൻ സീയിലൂടെ അടക്കം അമേരിക്കയുടെ പല ചരക്ക് കപ്പലുകളും പോകുന്നുണ്ട്, യുദ്ധക്കപ്പലുകൾ നീങ്ങുന്നുണ്ട്. ഇവയ്ക്കെതിരെ ആക്രമണം നടത്താം. എന്തിനാണ് ഇറാൻ അത്തരം ഒരു നീക്കം നടത്തുന്നത്? അപ്പം ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രധാനമായും പറയുന്നത് ഇറാനിലെ ചില ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ കയ്യിലുണ്ട്. അത് 90% ആക്കിയാൽ അവർക്ക് ആറ്റം ബോംബ് നിർമ്മിക്കാം. അങ്ങനെ ആറ്റം ബോംബ് നിർമ്മിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പകരം ഈ പറയുന്ന ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു നിലപാടെടുക്കുകയാണ്. അതായത് ഞങ്ങളുടെ രാജ്യത്തെ ആറ്റമിക് കേന്ദ്രങ്ങളോ പരീക്ഷണ സംവിധാനങ്ങൾക്കോ നേരെ ആക്രമണം ഉണ്ടായാൽ ഒരു തുടർ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് പറഞ്ഞാൽ ലോകം മറ്റൊരു യുദ്ധം കാണാൻ പോകുന്നു. ഇറാൻ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അതായത് ഇസ്രായേൽ ഉടനടി തന്നെ ഈ ഇറാനെയൊക്കെ അടിക്കാനുള്ള പ്ലാനിലായിരിക്കുന്നു. അതെ, അങ്ങനെ അടിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഇറാൻ ഭയക്കുന്നു. അങ്ങനെ അടിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ പ്രത്യാക്രമണം നടത്തുമെന്നാണ് പറയുന്നത്. അതായത് ഇറാന് പേടിയുണ്ട്. ഈ ഞങ്ങളെ അമേരിക്കയും ഈ പറയുന്ന ഇസ്രായേലും കൂടെ ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള കാരണം തങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ്. നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കിയാൽ ഒരാഴ്ച മുതൽ 30 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഇറാന് നേരെ ഒരു ആക്രമണം നടത്താം. ഇതിന് പ്രധാനമായിട്ടും പ്രേരിപ്പിക്കുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. കാരണം ആ രാജ്യങ്ങൾക്കൊന്നും ഇറാൻ ഒരു ആണവ രാജ്യമായി മാറുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം അവരെ ഇല്ലാതാക്കണം, അല്ലെ ആണവ ശക്തിയായി മാറുന്നതിനെ അവസാനിപ്പിക്കണം. അതാണ് സൗദി രാജകുമാരൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആക്രമണം നടത്തും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞത് ബന്ദികളാണ്. ഇപ്പോൾ ബന്ദികളെയൊക്കെ മോചിപ്പിക്കുന്നുണ്ടെങ്കിലും ഹമാസ് ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഇസ്രായേലിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇവർ പുറത്തുവിട്ട ഒരു ബന്ദിയുണ്ട്. 80 വയസ്സുള്ള ഇദ്ദേഹത്തിനെ, ഗാദി മോസസ് എന്ന പേര്, അദ്ദേഹത്തിനെ പുറത്തുവിട്ടു. ഇദ്ദേഹം പുറത്തു വന്നതിന് ശേഷം പറഞ്ഞു, ഞാൻ കഴിഞ്ഞത് 7 കിലോമീറ്ററോളം നീളമുള്ള ഒരു ബങ്കറിനുള്ളിലാണ്. വളരെ നേർത്ത, ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു ബങ്കർ.
ഇത്തരത്തിലുള്ള ബങ്കറിനുള്ളിൽ കഴിയുന്ന 80 വയസ്സുകാരന് റേഷൻ കൊടുക്കുന്ന പോലെയാണ് ഭക്ഷണം കൊടുത്തത്. അയാൾക്ക് കൃത്യമായി ആഹാരം കൊടുത്തില്ല. അപ്പോൾ തനിക്ക് ആഹാരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, തന്നെ പോലെയുള്ള ബന്ദികളായ പലർക്കും ഇതേ അനുഭവം ഉണ്ടായി. UK സ്വദേശിനിയായ ഒരു യുവതി പുറത്തു വന്നപ്പോൾ അവരും പറഞ്ഞു എനിക്കും കൃത്യമായി ഭക്ഷണം കിട്ടിയില്ല. അപ്പോൾ ബന്ദികളോടുള്ള ഹമാസിന്റെ പെരുമാറ്റം വളരെ മോശമാണ്. അത് ഇസ്രായേൽ അതിനുള്ളൊരു പ്രത്യാക്രമണം ഉടനടി തന്നെ ഉണ്ടാകാം. കാരണം കഴിഞ്ഞ ദിവസം മറ്റൊരു ബന്ദിയെ മോചിപ്പിച്ചപ്പോൾ ഗസയിൽ നിന്ന് ആളുകളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു. ആ ആളുകൾ ഈ ബന്ദിയെ കൈവച്ച് എന്ത് ചെയ്യുമായിരുന്നു? അപ്പം വീണ്ടും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, നിങ്ങൾ ഈ കരാറിന്റെ ലംഘനമാണ് നടക്കുന്നത്, മര്യാദഘട്ട പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ ഞങ്ങളുടെ ആക്രമണം നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഹമാസിന്റെ ചില ആക്രമണ സാധ്യതകളെ ഇസ്രായേൽ മുന്നിൽ കാണുകയും അവിടേക്ക് ഇസ്രായേൽ മിസൈൽ അയക്കുകയും കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. അപ്പം ഹമാസ് ഒടുങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെച്ച ഒരു ആശയം, നിലവിൽ അവിടെയുള്ള 10 മുതൽ 15 ലക്ഷം ഗസക്കാർ, ഗസയിൽ വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പലസ്തീൻകാരാണ്, അവർ തൽക്കാലം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണം, പ്രധാനമായും ഈജിപ്തിലേക്ക്, അതുപോലെ തന്നെ ജോർദാനിലേക്ക്. അങ്ങനെ പോയാൽ ഞങ്ങൾ ഗസയെ പുനഃസൃഷ്ടിക്കാം എന്ന് പറഞ്ഞാൽ പുതിയ കൺസ്ട്രക്ഷൻ നടത്താം, പുതിയ സിറ്റി സൃഷ്ടിക്കാം, അതെല്ലാം ചെയ്യണം. പക്ഷേ ഹമാസ് പറയുന്നു ഒരു കാരണവശാലും അത് ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പലസ്തീൻകാർ അവിടെ നിന്ന് പോയാൽ പിന്നീട് ഈ ഇസ്രായേൽ ജനത അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കില്ല. IDFന്റെ മൊസാദിന്റെ ഒക്കെ നിലപാട് അത്തരത്തിലായിരിക്കും ഇവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവർ മാറുന്നില്ല. അപ്പോൾ പ്രധാനമായും ഇവർ ചർച്ച ചെയ്യും. കാരണം ഇത്തരത്തിൽ ഇവർ മസിൽ പിടിക്കാനുള്ള കാരണം എന്താ? ഇറാന്റെ ഒരു പിന്തുണ കിട്ടുമെന്ന. അപ്പോൾ ഇറാനെ കയറി അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഇവരറിയാതെ ഇറാൻ അവിടെ ഈ ഇറാന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ചില മേഖലകളിൽ അവർ പരീക്ഷണം നടത്തുന്നു. ഈ പരീക്ഷണം ആണവായുധങ്ങൾ നിർമ്മിക്കാനും മിസൈൽ പരീക്ഷിക്കാനുമാണ്. ആ ഒരു മിസൈലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചത്. നേരത്തെ ഈ മിസൈൽ പരീക്ഷണത്തിനെതിരെ UN ഇറാനും ഇറാഖിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി. അതായത് 1980കളിൽ ഇറാനും ഇറാഖും തമ്മിൽ 8 വർഷം നീണ്ട വലിയ യുദ്ധം ഉണ്ടായി. അന്ന് ഈ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള വലിയ നൂതന ആയുധങ്ങളൊക്കെ ഇറാൻ നിർമ്മിക്കാൻ ശ്രമിക്കുകയും അത് UN ഉപരോധം കാരണം നിർത്തിവെക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ വീണ്ടും പരീക്ഷിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കാനഡയ്ക്കും അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കുമെതിരെ 25% ടാക്സ് ട്രംപ് കൂട്ടി. ഒപ്പം ചൈനയ്ക്കും കൂട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ചൈനയ്ക്ക് 50% നികുതി കൂട്ടുമെന്ന് പറഞ്ഞിട്ടും 10% നികുതി കൂട്ടിയുള്ളൂ. അതെന്താ കാരണം? റഷ്യയാണ് ഇറാന് ഈ മിസൈൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും മറ്റ് സഹായങ്ങളും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ദ്രവരൂപത്തിലുള്ള ഇന്ധനം അടക്കം എത്തിച്ചു കൊടുക്കുന്നത് ചൈനയാണ്. ആ ചൈനയുടെ അമേരിക്ക പറയുകയാണ്, നിങ്ങൾ ഇനി ഇറാൻ ഒരുവിധ സഹായവും ചെയ്യരുത്. അങ്ങനെ സഹായം ചെയ്യാതിരിക്കണം എന്ന് പറയുമ്പം ചൈന അതിനോട് യോജിച്ചു. അതിന് പ്രത്യുപകാരം എന്ന നിലയിലാണ് 50% കൂട്ടേണ്ടിയിരുന്ന ടാക്സ് 10% കുറച്ചത്. അപ്പം കാര്യം മനസ്സിലായോ? അപ്പൊ റഷ്യ ഇറാനെ സഹായിക്കുന്നതിൽ നിന്ന് ഏകദേശം മാറി. കാരണം എന്താ പറയുക, റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധം ഉണ്ടല്ലോ, ഇതിൽ ട്രംപ് ഇടപെടാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു 24 മണിക്കൂർ കൊണ്ട് ഞാൻ യുദ്ധം അവസാനിപ്പിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ ഇറാനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്, USA-യും ഇറാനും തമ്മിൽ, ആ പ്രശ്നം തീർക്കുന്നവരെന്ന് അടങ്ങിയിരിക്കും. പുട്ടിനോട് പറയാണ്. അപ്പൊ പുട്ടിനെ അവിടെ ബ്ലോക്ക് ചെയ്തു. ഇപ്പുറത്ത് ചൈനയുടെ സഹായം കിട്ടുന്നത്, ചൈനയെ ബ്ലോക്ക് ചെയ്തു. സൗദി ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇവരെ പിന്തുണ നൽകുന്നു. ഇനി എന്ത് കൊടുക്കണം? ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നേരെ ആക്രമിച്ചാൽ മതി. അപ്പൊ ലോക രാജ്യങ്ങളുടെ ഇറാനെ എല്ലാ വശത്തു നിന്നും ബ്ലോക്ക് ചെയ്തു. മാത്രമല്ല അവർ ഒറ്റപ്പെട്ടു. ഇനി ആരുടെ സഹായം അവർക്ക് കിട്ടുന്നത്? ഇറാന് ആരുടെയും സഹായമില്ല. പിന്നെ സഹായം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നത് സിറിയയിൽ നിന്നായിരുന്നു. അവിടെയാണ് സിറിയയുടെ നിലവിലെ പ്രസിഡന്റായ അൽ-ഷറ, അവിടെ വലിയ വിപ്ലവം വന്നതിന് ശേഷം പുതിയ പ്രസിഡന്റ് വന്നത്. അതെ, അങ്ങനെയാണ് ബാസർ അൽ അസദ് പോയത്, റഷ്യയിലേക്കാണ് പോയത്. അപ്പൊ ബാസർ അൽ അസദ് അവിടുന്ന് പോയപ്പോൾ കുറെ സമ്പാദ്യമൊക്കെ ആയിട്ട് പോയി. അങ്ങനെ സിറിയയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിഞ്ഞിരിക്കുക. അവിടേക്കാണ് ഈ അൽ-ഷറ എന്ന് പറയുന്ന നിലവിലെ പ്രസിഡന്റിന്റെ ചുമതലയുള്ള അദ്ദേഹം സൗദി സന്ദർശിക്കുന്നത്. അവിടെ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായിട്ട് പോയി കാണുന്നു. എന്നിട്ട് ചില ചർച്ചകൾ നടത്തുന്നു. എന്നിട്ട് സിറിയയിലും പുതിയ കൺസ്ട്രക്ഷൻ ഒക്കെ ആരംഭിക്കാൻ പോകുന്നു. സിറിയയിലും റീബിൽഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ സിറിയയുടെ ഒരു സഹായം ഇറാന് കിട്ടുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഇറാനെ വളഞ്ഞു പിടിച്ചു. ഇതാണ് അനുയോജ്യമായ സന്ദർഭമെന്ന് ഡൊണാൾഡ് ട്രംപിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും മനസ്സിലായി. അതുകൊണ്ട് ഏത് നിമിഷവും ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇറാന്റെ ഫിനാൻസ് മന്ത്രി അടക്കമുള്ളവർ ചിലർ ഇപ്പോൾ ഈ ഖത്തറിലേക്ക് പോയിട്ടുണ്ട്. ഖത്തറിൽ പോയിട്ട് പറഞ്ഞു, ഹമാസ് ഗസയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമാണ്, നിങ്ങൾ യുദ്ധം ജയിച്ചിരിക്കുകയാണ്, ഹമാസിന്റെ പോരാളികൾ നിങ്ങൾ ഭയങ്കരമാണെന്നൊക്കെ പറയുക. അതെ, അതായത് 3 കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും നെതന്യാഹു ആവശ്യപ്പെടുക. അതോടൊപ്പം തന്നെ ഇവരെ കൂടിക്കാഴ്ചയിലൂടെ വരുവാൻ വേണ്ടിയിട്ടും പോകുന്നത്. അതായത് ഒന്ന്, ഈ ഗസയിലുള്ള പുനർനിർമ്മാണം, ബന്ദികളെ മോചിപ്പിക്കുക, ഒപ്പം തന്നെ ഇറാനെതിരെ വീണ്ടും
വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടാക്കുക. അതെ. ഇത് മൂന്നുമായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുക. നമുക്കറിയാം ബൈഡൻ ഭരണകൂടമായിട്ട് ഈ നെതന്യാഹുവിന് വലിയ രീതിയിലുള്ളൊരു സൗഹാർദ്ദം ഉണ്ടായിരുന്നില്ല. വലിയ പ്രശ്നങ്ങളുമായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ. അതെ. ഈ അന്താരാഷ്ട്ര കോടതിയൊക്കെ ഈ നെതന്യാഹുവിനെ ഒരു കുറ്റക്കാരനായിട്ടും ക്രിമിനലൊക്കെ ആയിട്ടാണ് ഗസയിൽ നടത്തുന്ന പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇളവ് ട്രംപിന്റെ സഹായത്തോടു കൂടി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ട്രംപ് വന്നപ്പോഴത്തേക്ക് ആ ഉപരോധം എല്ലാം മാറ്റി. ബൈഡൻ നേരത്തെ എന്തൊക്കെ ഉപാധികൾ വെച്ചോ ആ ഉപാധികളെല്ലാം എടുത്തു കളഞ്ഞു. എന്നിട്ട് വൻതോതിലുള്ള ആയുധ ശേഖരം നിലവിൽ ഇസ്രയേലിന് അമേരിക്ക നൽകി കഴിഞ്ഞു. എന്തിനാണ് യുദ്ധമുണ്ടാകാത്ത സാഹചര്യത്തിൽ അമേരിക്ക ഇത്രയും ആയുധങ്ങൾ ഇസ്രയേലിന് നൽകിയത്? അപ്പോൾ പറയുന്നു ബൈബിൾ വചനം അനുസരിച്ച്, അയാളുടെ ബൈബിൾ കാലത്തെ നിർദ്ദേശം അനുസരിച്ച് ഇസ്രയേലിന് ഇത്രയും ആയുധങ്ങൾ കൈവെക്കാനുള്ള അവകാശമുണ്ട്. എന്തവകാശം? അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പർപ്പസ്ഫുള്ളി ഇവിടേക്ക് ആയുധങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. ഇനി ഇസ്രായേൽ അങ്ങോട്ട് ആക്രമണം നടത്തിയാൽ മതി, പിന്നിൽ നിന്ന് അമേരിക്ക എത്തും. അപ്പോൾ F-35 പോലെയുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നിന്ന് അമേരിക്ക പിന്മാറണോ അതോ അത്യന്താധുനികമായ വിമാനങ്ങൾ ഉപയോഗിക്കണമെന്നൊരു സംശയമുണ്ട്. കാരണം S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയിൽ നിന്ന് ഇപ്പോൾ ഇറാൻ മേടിച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ആയത്തുള്ള അലി ഖമനേയി ഇപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഒക്കെ ധരിച്ചിട്ടാണ് നടക്കുന്നത്. കാരണം ഏത് നിമിഷവും അവിടെ ആക്രമണം ഉണ്ടാവുമെന്നും തങ്ങളെ കൊലപ്പെടുത്തുമെന്നും പേടിയുണ്ട്. ബംഗാളിൽ തന്നെ ആയിരിക്കും. ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു, ഞങ്ങൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്രമാക്കും, അവിടുത്തെ മതമൗലികവാദികളെ തുടച്ചു നീക്കും. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്കുൾപ്പെടെയുള്ള പുരുഷന്മാർക്കുൾപ്പെടെയുള്ള സ്വാതന്ത്ര്യം കിട്ടും. മാത്രമല്ല പെസഷ്കിയാൻ എന്ന് പറയുന്നത് ആധുനിക ചിന്താഗതിയുള്ള ഒരു പ്രസിഡന്റാണ്. അപ്പോൾ ഈ മതമൗലികവാദികളുടെ പിടിയിൽ നിന്ന് അയാളെ സ്വതന്ത്രമാക്കിയാൽ ഇറാൻ ഒരു പുതിയ രാജ്യമായി മാറും. അപ്പം പിന്നീട് ഉള്ള ഒരു ഇറാനിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ട്രംപ് വലിയ രീതിയിലുള്ള ഒരു സഹായകരമായി തീരാൻ വേണ്ടി പോവാണ്. അതെ. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ അറിയാം ട്രംപും നെതന്യാഹുവും എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്, അതെങ്ങനെയാണ് നടപ്പാക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരും.